ടൊവിനോ തോമസ് പ്രൊഡ്യൂസറായി വന്നിട്ടുള്ള സിനിമകൾ നിരാശപ്പെടുത്തിയിട്ടില്ല. ആ കൂട്ടത്തിൽ രസമുള്ളൊരു പടമായിട്ടാണ് എനിക്ക് മരണമാസ് ഫീൽ ചെയ്തത്. ആട്ടപ്പട്ടലം ചിരിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. അത് നല്ലൊരു പരിധി വരെ സക്സസ് ആയിട്ടുണ്ട്. ശിവപ്രസാദ് സംവിധാനം ചെയ്തിട്ടുള്ള, ശിവപ്രസാദും അഭിനേതാവ് കൂടിയായ സിജു സണ്ണിയും കൂടി ചേർന്ന് തിരക്കഥൊരുക്കിയിട്ടുള്ള സിനിമയാണ് മരണമാസ്. ബേസിൽ ജോസഫ്, സിജു സണ്ണി, രാജേഷ് മാധവൻ, ബാബു ആന്റണി, അനിഷ്മ, സുരേഷ് കൃഷ്ണ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് റിലീസായിരിക്കുന്ന സിനിമയാണ്. സിനിമയിൽ മറ്റേ പുകവലി ആരോഗ്യത്തിന് ഹാനികരം, അർബുദത്തിന് കാരണമാവുന്നു എന്ന് പറയുന്ന ആ ഡയലോഗില്ലേ, ആ സംഭവം പറഞ്ഞിരിക്കുന്നത് സുരേഷ് കൃഷ്ണയാണ്. നിർത്തിയാണ് പറയുന്നത്. തിയേറ്ററിൽ ഭയങ്കര ശരിയായിരുന്നു. കാരണം സുരേഷ് കൃഷ്ണ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പനിനീർ നിലാവിൻ പൂമഴ ആ പാട്ടൊക്കെ ഇടുമല്ലോ, ആ ഒരു രീതിയിൽ അത് ആൾക്കാരുടെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ട്. അതിന് യുവമാർ നല്ലോണം ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന, അതായത് ഈ വരികൾക്കിടയിലൂടെ വായിക്കുന്നത് പോലത്തെ ഹ്യൂമർ ഒരുപാടുണ്ട്. ഒരുപാട് ഡീറ്റെയിലിംഗ് അവർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പോസിറ്റീവ്സിൽ പറയാം. എന്നെ സംബന്ധിച്ച് ഞാൻ അടപടലം ചിരിച്ചിരുന്ന് കണ്ട, ചിരിച്ച് മണ്ണ് കപ്പി വീണു എന്നല്ല, പക്ഷേ ചിരിച്ചുകൊണ്ടേ ഇരിക്കുക. ഒരു സ്മൈല് നമ്മുടെ കയ്യിൽ നിന്ന് പോകാതെ അങ്ങനെ നമ്മളെ ഒരു ഹ്യൂമറിൽ പൊതിഞ്ഞ് രസമായി കൊണ്ടുപോകുന്ന ഒരു രസമുള്ളൊരു സിനിമയാണ്. കുറച്ച് പ്രകടനങ്ങൾ എടുത്ത് പറയാനുള്ളൊരു സിനിമയാണ്. കാര്യം ഇതൊരു ഫുൾ ഓൺ ഫാമിലി പൊട്ടിച്ചിരി പരിപാടിയാണ്. എന്നെ സംബന്ധിച്ച് പോസിറ്റീവ്സ് പറഞ്ഞു തുടങ്ങുമ്പോൾ പെർഫോമൻസുകൾ എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് രാജേഷ് മാധവനാണ്. ഇതിനു മുമ്പും പല വീഡിയോസിലും പുള്ളി അഭിനയിച്ചിട്ടുള്ള സിനിമകളെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, രാജേഷ് മാധവൻ ഒരു അസാമാന്യ ആർട്ടിസ്റ്റാണ്. അയാളുടെ ആ കഴിവിനെ നല്ലോണം ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ഒറ്റ അടിക്ക് ഈ ക്യാരക്ടറിനെ നോക്കുമ്പോൾ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ ആ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്യാരക്ടറിനും ഒരു അണ്ടർലൈങ് ഒരു സാധനമുണ്ട്. അതിന് അങ്ങേര് കണ്ണുകളിലൂടെയൊക്കെ കൊണ്ടുവന്നിട്ട്, നമ്മൾ വലിയ വലിയ അഭിനേതാക്കളെ കുറിച്ച് പറയുമ്പോൾ പറയാറില്ല അയാളുടെ കണ്ണുകളിൽ ആ സാധനമുണ്ട്. ഈ പുള്ളി ഒരു കോമഡി ആയിട്ട് നമുക്കൊക്കെ ഫീൽ ചെയ്യണം, അങ്ങനെ തന്നെ പുള്ളി അത് ഡെലിവറി ചെയ്യുകയും ചെയ്യണം. പക്ഷേ ഈ പറയുന്ന ക്യാരക്ടറിൻ്റെ ഒരു തീ ഇങ്ങേരിലുണ്ട്. ഇങ്ങനെ ഒരു സൈക്കോ ആണ്. അതിനെ ഭയങ്കര എക്സ്പ്രസീവായിട്ട് പുള്ളി ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ സിനിമയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രകടനങ്ങളിൽ ഒന്ന് അത് രാജേഷ് മാധവനാണ്. പിന്നെ ബേസിൽ ജോസഫ് ആസ് യൂഷ്വൽ അയാൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബേസിൽ ചെയ്താൽ രസമാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ സിനിമയിലും അത് തുടർന്ന് പോകുന്നുണ്ട്. ഒട്ടനവധി ചിരി മൊമെന്റുകൾ ബേസിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. സിജു സണ്ണി അയാളുടെ സെന്റിമെന്റ്സുകൾ എന്താണെന്ന് പറയുക, ഇതിലെ ചില ഹ്യൂമറൊക്കെ പ്രഡിക്റ്റബിൾ ആയിരുന്നു. അതൊരു നെഗറ്റീവ് സൈഡ് പോലെ വേണമെങ്കിൽ പറയാം. അതായത് സിനിമയുടെ തുടക്കത്തിൽ ഇങ്ങനെ ഒരു കാര്യം കാണിക്കുമ്പോൾ ഇതിപ്പോൾ അവസാനം വരുമ്പോൾ ഈ പുള്ളി ഇങ്ങനെ ഒരു നുണ പറഞ്ഞായിരിക്കും എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും. ആ പ്രെഡിക്റ്റ് ചെയ്യുന്നത് തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിട്ട് ഒരു ട്വിസ്റ്റ് പോലത്തെ ഒരു സാധനം, അല്ലെങ്കിൽ ചെറിയൊരു സാധനം ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കറിയാം ഇയാൾ ഇങ്ങനൊരു ചെറിയ സാധനത്തിന് വേണ്ടിയിട്ട് വിളിക്കില്ല, കുറച്ചും കൂടി പുള്ളിക്ക് ഉണ്ടാവും, അതിങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നത്. അങ്ങനത്തെ കുറച്ച് പ്രെഡിക്റ്റബിൾ സാധനങ്ങൾ സിനിമയിലുണ്ട്. പക്ഷേ അതൊരു വലിയ കുറവൊന്നുമല്ല. സുരേഷ് കൃഷ്ണ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സ്ക്രീനിൽ, അതായത് ഒറ്റ ഷോട്ടിൽ പോലും വന്നിട്ടില്ലാത്ത നാഗേച്ചി വരെ വളരെ രസമായിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ബാബു ആന്റണി, അനിഷ്മ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിലേക്ക് കുറേ അപ്പൂപ്പന്മാർ കടന്നു വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഫാമിലി എടുത്ത് നോക്കിയാലും ഈ സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വളരെയധികം ഈ അഭിനയത്തിൽ പൊട്ടൻഷ്യലുള്ള അപ്പൂപ്പന്മാർ കടന്നു വരുന്നുണ്ട്. ഒരു സമയത്ത് നമ്മളിങ്ങനെ പറയുമായിരുന്നു, മലയാളത്തിൽ സിനിമകളിൽ അച്ഛന്മാരും അമ്മമാരും ഇല്ലാതാവുന്നു എന്നുള്ളത്. ഇപ്പോൾ അത് ചെയ്യാൻ പറ്റിയ ഗംഭീര ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഒരു സമയത്ത് നമുക്കൊരു ആർട്ടിസ്റ്റ് ദാരിദ്ര്യം പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഒടുവിലൊക്കെ പോയതിന് ശേഷം ഇതുപോലത്തെ വേഷങ്ങൾ ആര് ചെയ്യും എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലത്തെ എന്ന് വെച്ചാൽ സെയിം എക്സാക്റ്റ് കഥാപാത്രങ്ങളല്ല, പക്ഷേ ആ ഒരു റേഞ്ചിലൊക്കെ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് വന്നാലും അതിനൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന അഭിനേതാക്കൾ ഉയർന്നു വരുന്നുണ്ട്. അവരെ തേടി നല്ല വേഷങ്ങൾ, അവർക്ക് വേണ്ടിയിട്ട് കഥാപാത്രങ്ങൾ ഉണ്ടാവുകയും കൂടി ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും എന്ന് തോന്നുന്നു. ഈ സിനിമയിലും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ പോസിറ്റീവ് JK കൊടുത്തിട്ടുള്ള മ്യൂസിക്കാണ്. മ്യൂസിക് ഭയങ്കര രസമായിട്ട്, അതായത് ഈ സിനിമയ്ക്ക് വേണ്ടുന്ന ഒരു സ്കെയിലിൽ കൃത്യമായി പറയുന്ന ഹ്യൂമറിൻ്റെ എലമെൻറ്റുകൾ മിസ് ചെയ്യാതെ, എന്നാൽ ഇങ്ങനെ കയറി ഇറങ്ങി വരുന്ന ഒരു പ്രണയത്തിൻ്റെ ഒരു മൊമെൻറ്റ്, പക്ഷേ ആ മൊമെൻറ്റ് എൻ്റെ ആവുന്നത് വേറൊരു രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഒരു ക്ലോസിങ് ഉണ്ടല്ലോ, നമ്മളൊരു സാധനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് കൃത്യമായിട്ട് ഇങ്ങനെ സ്ലോപ്പിൽ പോകുമ്പോഴാണ് നമുക്ക് ആ എല്ലാ കാര്യങ്ങളും കണക്റ്റ് ആയി പോകും. അങ്ങനെ ഭയങ്കര രസമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. ശരിക്കും ഞാൻ ഗുഡ് ബാഡ് അഗ്ലി കണ്ടു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ ഗ്യാപ്പിലാണ് മരണമാസിന് കയറുന്നത്. മറ്റേ സാധനമൊക്കെ GV പ്രകാശ് ചെയ്തൊക്കെ ഇങ്ങനെ ഗും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. പക്ഷേ ഇതെനിക്ക് ഒട്ടും കുറവായിട്ട് തോന്നിയില്ല, ഒട്ടും പുറകിലായിട്ട് തോന്നിയില്ല. ചിലപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടല്ലോ, തൊട്ട് മുമ്പ് കണ്ട സിനിമ നമ്മളെ ചിലപ്പോൾ എഫക്റ്റ് ചെയ്തേക്കാം. പക്ഷേ ഇവിടെ ഒന്നുമില്ല. മ്യൂസിക്കൊക്കെ ഭയങ്കര രസമായിട്ടാണ് പോകുന്നത്. പാട്ടുകൾ, ലിറിക്സ്, ഞാൻ ഈ പടം കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ഇതിലെ പാട്ടിൻ്റെ വരികളൊക്കെ കേട്ട് നോക്കുന്നത്, ഇങ്ങനെയായിരുന്നല്ലേ നമുക്ക് തോന്നുന്ന പോലെ. പിന്നെ വിഷ്വൽ
ഈ സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അത് കൃത്യമായി ഡെലിവർ ചെയ്യുന്നത് പോലെ ഒരു ഉദ്വേഗം ഉണ്ടാക്കേണ്ട സമയമുണ്ട്, നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന. ഈ സിനിമ എന്താണെന്നറിയോ, ഇതിലെ കഥാപാത്രങ്ങളും സിറ്റുവേഷൻസും ഒരുപാട് ആകസ്മികതകൾ ഒരുമിച്ച് ചേരുന്നതാണ്. അതായത് അയാൾ ഇങ്ങനെ വരുമ്പോൾ ഇയാളും അവനും തമ്മിൽ ബന്ധം, അപ്പോഴാണ് അറിയുന്നത് ഇവനും ഇയാളും തമ്മിൽ ബന്ധം, ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്, ഇവിടുന്ന് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് പറയുന്ന പോലെ എല്ലാവരും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വേണമെങ്കിൽ കൺഫ്യൂസ്ഡ് ആയി പോകാമായിരുന്ന ഒരു സെനാരിയോ ആണ്. അതിന് ഗംഭീരമായിട്ടുള്ള സ്ക്രിപ്റ്റ് കൊണ്ടും അതായത് എഴുത്തിലെ വൈദഗ്ധ്യം കൊണ്ടും പിന്നെ ഈ വിഷ്വൽസിൻ്റെ അറേഞ്ച്മെൻറ്റിലാണ് അവർ പിടിച്ചിരിക്കുന്നത്. അത് അടിപൊളിയാണ്. ആൻഡ് സിനിമയിലെ ഹ്യൂമർ, ചിരിക്കാൻ ഒരുപാടെന്ന് പറയുമ്പോൾ ഈ സ്ക്രിപ്റ്റിൽ അവർ മാനേജ് ചെയ്ത് പോയിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് ഡീറ്റെയിലിങ്സ് ഉണ്ട്. ഇപ്പോൾ ആശാൻ്റെ ബസ്സിൻ്റെ പേര് വീണപൂവ് എന്നാണ്, ആശാൻ്റെ ആണല്ലോ വീണപൂവ്. പിന്നെ ഇവരെ ഓരോരുത്തരെയും നമ്മൾ കാണുമ്പോൾ ഇവരുടെ പുറകിലുള്ള പോസ്റ്റർ ഉണ്ട്, ഇവരുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളുണ്ട്, ഇതിലൊക്കെ കൊടുത്തിട്ടുള്ള പേരുകളുണ്ട്, ചിലപ്പോൾ ഉപയോഗിക്കുന്ന ചില സാധനങ്ങളായിരിക്കും. അങ്ങനെ ഒരുപാട് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കിയിരുന്ന് ചിരിക്കാനാണെങ്കിൽ നമുക്ക് ഒത്തിരി ചിരിക്കാനുള്ളതുണ്ട്. പക്ഷേ ജസ്റ്റ് ഒരു പെരിഫറൽ ലെവലിൽ കാണുന്ന സാധനങ്ങളും പെട്ടെന്ന് കേൾക്കുന്ന ഒരു ഡയലോഗും അതിൻ്റെ ടോയിങ് മ്യൂസിക്കൊക്കെ കേട്ടിച്ചിരിക്കാനാണെങ്കിലും ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം സിജു സണ്ണിയൊക്കെ ആണെങ്കിൽ ഒരുപാട് റീൽസൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഒരു പൾസൊക്കെ അറിയാവുന്ന ഒരാളാണ്. അതായത് ഈ റീൽസ് കണ്ട് നമുക്ക് സംഭവിച്ചു പോയിരിക്കുന്ന ഒരു പ്രശ്നം എന്നും വേണമെങ്കിൽ പറയാവുന്നൊരു കാര്യം, ഒരു 30 സെക്കൻഡ് ടു 2 മിനിറ്റൊക്കെയാണ് മാക്സിമം ഒരു ഇമോഷൻ നമുക്കിങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുക, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു മാറ്റമില്ലാതെ തുടരാൻ പറ്റുക. അത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സാധനം വേണം. കാര്യം നമ്മൾ സ്വൈപ്പ് ചെയ്തൊക്കെ ശീലിച്ചു പോയി. ഒരു റീല് സന്തോഷമാണെങ്കിൽ അടുത്ത റീല് ചിരിക്കാനുള്ളതാണ്, അടുത്ത റീല് ഒരുപാട് എക്സൈറ്റ്മെന്റ് തരുന്നതാണ്. ചിലപ്പോൾ വീണ്ടും സങ്കടമായിരിക്കും വരിക, വീണ്ടും ഹ്യൂമർ ആയിരിക്കും വരിക. ഇതിങ്ങനെ മാറി സംഭവിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഈ ഹൈ കിട്ടിക്കൊണ്ടിരിക്കണം. ഈ സിനിമയിൽ അതുണ്ട്. കുറേ നേരം കൊണ്ടൊരു കാര്യം പറഞ്ഞ് പിന്നെ നമ്മളെ അവരുദ്ദേശിക്കുന്നതിലേക്ക് കൊണ്ടുവരിക എന്നുള്ള രീതിയിലല്ല. പോകുമ്പോൾ ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് അടുത്തൊരു കൗണ്ടർ വന്നു, ഇങ്ങനൊരു ക്യാരക്ടർ വന്നു, ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു എന്നുള്ള രീതിയിൽ അവർ കൃത്യമായിട്ട് അത് പ്ലേസ് ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയിൽ ഒരിടത്തും ബോറടി എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല. പിന്നെ പറഞ്ഞ നെഗറ്റീവ് പറയാനാണെങ്കിൽ ഈ പറഞ്ഞ 1-2 പ്രെഡിക്റ്റബിൾ പരിപാടികളുണ്ട്. അതൊന്നും ഒരു മോശമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ സിനിമ അവരുദ്ദേശിച്ചിരിക്കുന്ന ഓഡിയൻസും അത്യാവശ്യം രസമായിട്ട് മറ്റേ ചുറ്റുമുള്ളതെല്ലാം മറന്ന് എല്ലാ ടെൻഷനും മറന്ന് തിയേറ്ററിൽ ചിരിക്കാനാണ് ഞങ്ങൾ പോകുന്നത് എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ഓഡിയൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്കും ചിരിക്കാം. അതുപോലെ തന്നെ സിനിമയിലെ ഡീറ്റെയിലിംഗ് ഓരോ കാര്യങ്ങളും കാണുമ്പോൾ ഇതൊക്കെ ഇവന്മാർ എങ്ങനെ കണക്ട് ചെയ്തു എന്നൊക്കെ ആലോചിച്ച് ചിരിക്കാൻ ഉള്ള സാധനങ്ങളും സിനിമയിലുണ്ട്. പിന്നെ ഈ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് സെൽഫ് ഡിഫെൻസ് ടെക്നിക്കുകളും ഒരുപാട് ഉപകരണങ്ങളും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. പക്ഷേ അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകളെ കുറിച്ച് കൂടി ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അത്തരം ഒരു കാര്യം നമ്മൾ പ്രയോഗിക്കുന്ന സമയത്ത് ആ സാഹചര്യത്തെ കൂടി ഒന്ന് റെക്കോർഡ് ചെയ്യാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി നിയമ പരിരക്ഷ നമുക്ക് ലഭിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഉത്തരവാദിത്തത്തോടെ ഇരിക്കുക. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ശിക്ഷാർഹമാണ് എന്ന് പറയുകയും പുരുഷന് നേരെയുള്ള അതിക്രമവും ശിക്ഷാർഹമാണ് എന്ന് പറയില്ലേ, ആ സാധനം ഈ സിനിമയിലുണ്ട്. അതിനവർ പ്ലേസ് ചെയ്തിരിക്കുന്നതും അതിൻ്റെ റിയാക്ഷനും ഒക്കെ ഭയങ്കര രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് സിനിമയിൽ. ഞാൻ ഈ പറയുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ടൊരു സിനിമയാണ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോൾ കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ അത്ര എൻജോയ്മെൻറ്റ് തോന്നിയില്ല എന്നുണ്ടാവും. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.